ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ചാർജസ് എന്ന് പറയുമ്പം ചാർജസ് റെസ്റ്റിലും ആവാം, ചാർജസ് മോഷനിലും ആവാം. രണ്ട് ചാർജസ് റെസ്റ്റിലിരുന്നാൽ അവർ തമ്മിൽ ഫോഴ്സ് ഉണ്ട്, രണ്ട് ചാർജസ് മോഷനിലിരുന്നാലും അവർ തമ്മിൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ചാർജസ് എന്തിലൊക്കെ ആവാം? ചാർജസ് റെസ്റ്റിലാവാം, ചാർജസ് മോഷനിലാവാം. അപ്പൊ ഇത് എങ്ങനെ ഇരുന്നാലും ആ ചാർജസ് തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ റിപ്പൽഷൻ ആവാം. അട്രാക്ഷനോ റിപ്പൽഷനോ ആവാം. അപ്പൊ ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതൊരു ജനറൽ പേരാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. Then there is a force between charges at rest, there is force between charges in motion. Then charges റെസ്റ്റിലിരിക്കുന്ന ചാർജ് തമ്മിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന് നമ്മളൊരു സ്പെഷ്യൽ പേര് കൊടുക്കും. അതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാ പറയുക. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് തന്നെയാണ്. റെസ്റ്റിലുള്ള ചാർജ് തമ്മിലുള്ള ഫോഴ്സിനെ പറയുന്ന പ്രത്യേക പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ദെൻ ഒന്നുകൂടെ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. ചാർജസ് മേ ബി അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ. The force between charges at rest can be called as electromagnetic force. It has got a special name called electrostatic force. Force between charges in motion is called electromagnetic force. Then the force between charges may be attractive or repulsive. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി രണ്ട് ചാർജസ് തമ്മിൽ ഫോഴ്സ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ അവർക്കിടയിൽ എന്തോ കൈമാറ്റം ചെയ്യുന്നു. ആ കൈമാറ്റം ചെയ്യുന്ന സാധനമാണ് ഫോട്ടോൺസ്. നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഡാഷ്. എന്താണ്? ഫോട്ടോൺസ്. അപ്പൊ ഇത്രയാണ് ഏതിനെ പറ്റി പറയേണ്ടത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. മറക്കരുത്. വാട്ട് ഡു യു നോ അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്? It is a force between charges. Then the charges may be at rest or in motion. The force between charges at rest is given a special name. What is it? Electrostatic force. The force between charges in motion can be called as electromagnetic force. അടുത്തെന്താണ്? This force may be attractive or repulsive. This is due to the exchange of dash. എന്താണ്? Photons. കുളമാക്കരുത്. ഇനി നോക്കൂ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഐ ഹാവ് ടു ചാർജസ്. ഇതൊരു ചാർജ്ഡ് ബോഡിയാണ്. ചാർജ്ഡ് ബോഡിയാണ് കേട്ടോ. ഒരു ചാർജ്ഡ് ബോഡിയാണ്. ഒരു ബോഡിയെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ചാർജ് Q1 ആണ്. എത്രയാ? Q1. വേറൊരു ചാർജ്ഡ് ബോഡി ഇവിടെ ഇരിപ്പുണ്ട്. ഇതിലും ചാർജ് ഉണ്ട്. Q2 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ഇതിന്റെ സെന്റർ ടു അതിന്റെ സെന്റർ ഉള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ R എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? R. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവാം. ഈ ചാർജ്ഡ് ബോഡീസിനെ ഞാൻ പോയിന്റ് ചാർജസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? പോയിന്റ് ചാർജസ്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ്ഡ് ബോഡീസ് ഉണ്ട്. ഈ രണ്ട് ചാർജ്ഡ് ബോഡിയെ ഞാൻ ഇപ്പൊ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? പോയിന്റ് ചാർജ്. നമ്മൾ നേരത്തെ പോയിന്റ് മാസ് പറഞ്ഞില്ലേ? അതുപോലെ ഈ രണ്ട് ചാർജ്ഡ് ബോഡിയുടെയും ലീനിയർ സൈസ് കുറവാണ്. ഡിസ്റ്റൻസ് നോക്കൂ, വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ്ഡ് ബോഡീസിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ചാർജസ്. സോ വാട്ട് ആർ പോയിന്റ് ചാർജസ്? If the distance between two charged bodies is much greater than their linear size, we call them as what? Point charges. ഒന്നുകൂടെ, if the distance between two charged bodies is much greater than their linear size, we call the charged bodies as point charges. അപ്പൊ ഇവര് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവാം, റിപ്പൽഷൻ ഉണ്ടാവാം. ഇത് കണ്ടുപിടിക്കാൻ ഒരു ലോ ഉപയോഗിക്കും. ആ ലോയുടെ പേരാണ് കൂളോംസ് ലോ. എന്തോന്നാണ്? കൂളോംസ് ലോ. അപ്പോൾ കൂളോം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ കൂളോംസ് ലോ. അപ്പൊ എന്താണ്? how many bodies are here? Two. They are charged bodies. They are at large distance. We call them point charges. There is force between these two. Force may be attractive or repulsive. Anyway, there is a force. That force is directly proportional to Q1 into Q2. That force is directly proportional to Q1 into Q2. That force is
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞ ലോയുമായിട്ട് കമ്പയറബിൾ ആണ് അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്താൽ എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് ഇടാം, എഫ് ഈസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ കെയുടെ വാല്യൂ ഒക്കെ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാം, ഇപ്പൊ അതിന്റെ കാര്യം ഇല്ല. See, we have how many charged bodies here? 2. Both are at rest. So, what is the charge of the first body? Q1. What is the charge of the second body? Q2. What is the distance between their centers? R. Then there is force between them. Force may be attractive or repulsive. Then to calculate this force, we use a law. What is a law? Coulomb's law. Then the force between these two is directly proportional to what? Product of their charges. And force between them is inversely proportional to what? Square of distance between them. Mathematically, F proportional to Q1 into Q2, F inversely proportional to R square. By combining, you can write F proportional to Q1 Q2 by R square. F is equal to a constant K into Q1 Q2 by R square. This law is known as Coulomb's law. What is the name of the law? Coulomb's law. So, we were discussing about which force? Electromagnetic force. Tell me, what is electromagnetic force? It is a force between charges. It is a force between charges. The force between charges at rest is called electromagnetic force. It has got a special name, electrostatic force. The force between charges in motion is called electromagnetic force. The force is attractive or repulsive. Then electromagnetic force is due to the exchange of dash photons. Then how many charged bodies are there? 2. What are their charges? Q1 and Q2. The distance between them is very large. The linear size is very small. We call the charged bodies as point charges. There is force between them. Force may be attraction or repulsion. Then to calculate the force, we use a law. What is a law? Coulomb's law. What is a force? Force is directly proportional to Q1 into Q2. Force is inversely proportional to R square. By combining, one can write F proportional to Q1 Q2 by R square. F is equal to a constant K into Q1 Q2 by R square. That's all about force, electromagnetic force. Now listen. This force is also, this electromagnetic force is also long ranged. It is also long ranged. It is also long ranged. Then electrostatic force is a central force. Electrostatic force is also a central force. Electrostatic force is a central force because suppose these two are attracting each other. See, first will attract second towards this. Second will attract the first towards that. See, that force acts along the line joining their centers. So, the force can be called as central force. So, exactly like what? Gravitational force. So, electrostatic force is a central force because the force between charges acts along what? The line joining their centers. So, electrostatic force is a central force. It is also a conservative force. Why? Why conservative force? Because work done by electrostatic force depends only on initial position and final position. It does not depend on path. So, electrostatic force is a conservative force. This is compare section gravitational force compare. So, listen, electrostatic force is a long range force. Electrostatic force is a central force because it acts along the line joining the centers of two charged bodies. Then electrostatic force is a conservative force because work done by electrostatic force depends only on initial position and final position. It is independent of path. Okay? So, atrayana idine patti. Then adutha ningalonnu paraya idu mottathile. So, what is electromagnetic force? It is a force between dash charges. Then oru karyam njan adinathu parayan vittu adude parayam. Say, ഒരു ചാർജ് മോഷനിലാണെന്നിരിക്കട്ടെ, ഒരു മൂവിങ് ചാർജ് എങ്ങനെയാണ് വേറൊരു ചാർജിന്റെ മണ്ടയ്ക്ക് ഫോഴ്സ് കൊടുക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്സിലറേറ്റഡ് ചാർജ് എമിറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, EM വേവ് എന്ന് ഞാൻ എഴുതാം. ആക്സിലറേറ്റഡ് ചാർജ് എമിറ്റ്സ് ഡാഷ് എന്താണ്?
ആക്സലറേറ്റഡ് ചാർജ് എമിറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓർത്തു വെച്ചേക്കണം, ആക്സലറേറ്റഡ് ചാർജ് എന്തിനെ വിടുമെന്നാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ വിടുമെന്നാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ശ്രീകുട്ടനെ ആരോടിച്ചു? പേപ്പട്ടി ഓടിച്ചു. പേപ്പട്ടി ഓടിക്കുമ്പോഴത്തേക്ക് പേപ്പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ പയ്യൻ ഹൈ സ്പീഡിലൂടെയാണ്. അപ്പോൾ അവൻ്റെ വെലോസിറ്റി കൂടി വരാണ്. വെലോസിറ്റി കൂടി വന്നാൽ എൻ്റെ പയ്യൻ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ശരിയല്ലേ? അപ്പോൾ എൻ്റെ ശ്രീകുട്ടൻ ഈസ് ആക്സലറേറ്റഡ് ശ്രീകുട്ടൻ ആണല്ലോ. അപ്പോൾ ആക്സലറേറ്റഡ് ആയിട്ടുള്ള ശ്രീകുട്ടൻ അറിയാതെ എന്തൊക്കെയോ വിടുന്നുണ്ട്. ശരിയല്ലേ? അവൻ വിടുന്ന സാധനങ്ങളിൽ സ്ലിപ്പായി പലരും വഴിയിൽ വീഴുന്നുണ്ട്. പല പെമ്പിളിന് തലയും കുത്തി വീണു. ശരിയല്ലേ? അപ്പോൾ അവിടെ ശ്രീകുട്ടൻ ചെയ്ത ജോലി എന്താണ്? ശ്രീകുട്ടൻ ആക്സലറേറ്റഡ് ശ്രീകുട്ടനാണ്. അവൻ എന്തോ വിട്ട സാധനത്തിൽ ചവിട്ടി പെമ്പിള്ളരെല്ലാം വീണു. അപ്പോ ശ്രീകുട്ടൻ പെമ്പിള്ളരെ മണ്ടയിൽ ഫോഴ്സ് കൊടുത്തില്ലേ? എങ്ങനെ? എന്ത് വിട്ടിട്ടാണ് ഫോഴ്സ് കൊടുത്തത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിട്ടിട്ടാണ് ഫോഴ്സ് കൊടുത്തത്. അപ്പൊ അതുപോലെ അങ്ങനെ ചിന്തിക്കുക. ആക്സലറേറ്റഡ് ചാർജ് എന്തിനെ വിടും? ആക്സലറേറ്റഡ് ചാർജ് എന്തിനെ വിടും? ഒരു ചാർജിനെ നിങ്ങൾ ആക്സലറേറ്റ് ചെയ്ത് വിട്ടാൽ അവൻ എന്തിനെ വിടും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിടും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആ പരിസരത്തൊക്കെ ഉള്ള ചാർജിന്റെ മണ്ടയിൽ എന്ത് കൊടുക്കും? തള്ളു കൊടുക്കും. ശരിയല്ലേ? അപ്പോൾ ആക്സലറേറ്റഡ് ചാർജ് എന്തിനെ വിടും? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ വിടും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതിന്റെ വിസിനിറ്റിയിലുള്ള, അതിന്റെ അടുത്തുള്ള ചാർജസിന്റെ മണ്ടയിലൊക്കെ എന്ത് കൊടുക്കും? ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ആക്സലറേറ്റഡ് ചാർജിന്, മൂവിങ് ചാർജിന് എന്ത് കൊടുക്കാൻ പറ്റും? വേറെ ചാർജിന്റെ മണ്ടയിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഓർത്ത് വയ്ക്കണം. ആക്സലറേറ്റഡ് ചാർജ് എമിറ്റ്സ് electromagnetic wave. Electromagnetic waves travel at a speed 3 into 10 raised to 8 meter per second. ഓർത്ത് വയ്ക്കണം. ലൈറ്റിന്റെ വെലോസിറ്റി അല്ലേ? ലൈറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ ആക്സലറേറ്റഡ് ചാർജ് എമിറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Electromagnetic waves travel at a speed of 3 into 10 raised to 8 meter per second and influences the charges in the vicinity. Vicinity means neighborhood. Once again, accelerated charge emits electromagnetic wave. Accelerated charge emits electromagnetic wave. Electromagnetic wave travels at a speed of 3 into 10 raised to 8 meter per second. It influences the charges in the vicinity. Thus, a moving charge can exert a force on charges in the vicinity. Am I right? So, there is force between two charges at rest. There is force between charges in motion. Okay?